ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ലൈൻസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാനുള്ളത് തിരിച്ചു വരുന്ന കേസ്, അതായത് ഇൻക്ലൈൻ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. നമ്മുടെ ലൈന് സപ്പോസ് നമ്മുടെ ഈ ഫ്ലോറ്, താഴത്തെ ഫ്ലോർ നിങ്ങൾ അസ്യൂം ചെയ്യുക, അത് എച്ച് പി, ഈ കാണുന്ന ബോർഡ് നമ്മുടെ വി പി. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ നോക്കിയത് രണ്ടിനും പാരലായിട്ടിരിക്കുന്ന കേസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞാൽ വി പി നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന കേസ്. വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ആംഗിൾ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ലൈൻ ഇങ്ങനെ ഇരിക്കുന്നു ആ ഒരവസ്ഥയിൽ, അതായത് ഈ എൻഡിൽ എ എന്ന് പറയുന്നത്, അപ്പോൾ സപ്പോസ് വെർട്ടിക്കൽ പ്ലെയിനെ മുട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു. ആ കേസ് നമ്മളിവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ പാരലൽ ടു എച്ച് പി. എച്ച് പി ആയിട്ട് ഇപ്പോഴും പാരലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ ആംഗിളൊന്നും മേക്ക് ചെയ്യുന്നില്ല, ഇവിടെ ഇങ്ങനെ ഒരു ആംഗിളൊന്നുമില്ല, പകരം നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് മാത്രം ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കേസാണ് നമ്മൾ നോക്കുന്നത്. അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ദ ലെങ്ത് ഈസ് എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 75 mm ആൻഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 30 degree ടു വി പി. ഓക്കെ, സിമിലർലി ഇറ്റ് ഈസ് പാരലൽ ടു എച്ച് പി. അതിൽ പോയിൻ്റ് എ, അതിൻ്റെ പൊസിഷൻ നമ്മളോട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് 20 mm എബോവ് എച്ച് പി. അപ്പോൾ 20 mm എബോവ് എച്ച് പി എന്ന് പറയുമ്പം എങ്ങനെ വരും, എക്സ് വൈ ലൈനിൽ നിന്നും നമ്മുടെ 20 mm എബോവ് എച്ച് പിയും 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പോയിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് അല്ലേ. അപ്പം ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈന് മുകളിലായിട്ടും ടോപ്പ് വ്യൂ എക്സ് വൈ ലൈന് താഴെയായിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ലല്ലോ എന്തായാലും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് എയുടെ പൊസിഷൻ നമുക്ക് തന്നിട്ടുള്ളതാണ്. ലെറ്റ്സ് മാർക്ക് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് പോയിൻ്റ് എ. ഓക്കെ, അപ്പം പോയിൻ്റ് എ 20 mm എബോവ് എച്ച് പി. 20 mm എബോവ് എച്ച് പി എന്ന് പറയുമ്പം 20 mm എബോവ് എക്സ് വൈ ലൈൻ. പോയിൻ്റ് എ നമ്മൾ മാർക്ക് ചെയ്യുന്നു 20 mm എബോവ് എക്സ് വൈ, അതായത് എ ഡാഷ്. എൻ്റെ ഫ്രണ്ട് വ്യൂ വരുമ്പം പോയിൻ്റ് എ ഡാഷ്. ഇത് ഡയമെൻഷൻ ചെയ്യുമ്പോൾ ട്വൻറ്റി. ഓക്കെ, ഇനി അതുപോലെ ഇറ്റ് ഈസ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അതായത് പോയിൻ്റ് എയുടെ ടോപ്പ് വ്യൂ. നമുക്കറിയാം നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് ഇവിടെ ഇരിക്കുകയാണ്, ഇത് പോയിൻ്റ് എ, ഇത് പോയിൻ്റ് ബി. നമ്മുടെ ഈ ലൈന് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആക്കിക്കൊണ്ട് തന്നെ 30 degree വി പി ആയിട്ട് മേക്ക് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് പൊസിഷൻ, ലൈൻ്റെ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് 30 degree ആംഗിളോടെ മേക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 30 degree ആംഗിൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കി, നിങ്ങൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഈ ലൈൻ്റെ റെഡ്യൂസ് ലെങ്ത് നമുക്ക് കിട്ടും. ടോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂ ലെങ്ത് കിട്ടും. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൂടുതൽ വിശദമായിട്ട് പറയാം. എനിവേ, അപ്പം നമ്മുടെ ഈ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോയിൻ്റ് ഈസ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി അല്ലേ. വി പി ആയിട്ട് 10 mm മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 10 mm ഇൻ ഫ്രണ്ടായിട്ട് നമ്മൾ പോയിൻ്റ് എയുടെ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും, എ. ഓക്കെ, അത് നമുക്ക് ഡയമെൻഷൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് വരച്ചാലും ഡയമെൻഷൻ എടുത്ത് നമ്മൾ വരച്ച് കഴിയുമ്പോൾ പുറകെ തന്നെ ഡയമെൻഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് വിട്ടുപോകാതിരിക്കും. അപ്പോൾ ഓരോന്നും ചെയ്യുന്ന ആ കൂടെ തന്നെ നമ്മൾ ഡയമെൻഷൻ ചെയ്ത് പോവുക. എനിവേ, അപ്പം പോയിൻ്റ് എയുടെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പോയിൻ്റ് ബി ആണ്. അത് ലൈൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അതിന് പോയിൻ്റ് ബിയും കൂടെ നമുക്ക് വേണം. പോയിൻ്റ് ബി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഫ്രണ്ട് വ്യൂ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സപ്പോസ് ഇതാണ് നിങ്ങളുടെ ലൈൻ, വി പി ആയിട്ട് 30 degree ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഇതിൽ പോയിൻ്റ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 20 mm എബോവ് എച്ച് പി
എച്ച് പി ഇവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എച്ച് പി ഇവിടെയുണ്ട്. അപ്പോൾ എച്ച് പിയിൽ നിന്നും 20 mm എബോവ് ആയിട്ട് വെച്ചിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഈ വി പിയിൽ നിന്നും 10 mm മാറി ഇനി 30 ഡിഗ്രി ആംഗിൾ വി പി ആയിട്ട് മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് ലൈനിൻ്റെ പൊസിഷൻ. നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെന്താ കാണുന്നത്? ഈ ലൈന് എന്തെങ്കിലും ആംഗിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ റെഡ്യൂസ്ഡ് ലെങ്ത് അല്ലേ? നിങ്ങൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇതിൻ്റെ റെഡ്യൂസ്ഡ് ലെങ്ത് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ബട്ട് ഇറ്റ് ഈസ് എച്ച് പിക്ക് പാരലൽ ആയതുകൊണ്ട് നമ്മുടെ ലൈൻ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ലൈൻ്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇറ്റ് വിൽ ബി ഓൾസോ പാരലൽ ടു എക്സ് വൈ ലൈൻ അല്ലേ? എച്ച് പിക്ക് പാരലൽ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈന് പാരലൽ ഫ്രണ്ട് വ്യൂവിൽ, ശരിയല്ലേ? അപ്പം എ ഡാഷ് പോയിൻ്റ് നമുക്ക് നിലവിലുണ്ട്. ബി ഡാഷ് കിട്ടണമെങ്കിൽ എന്താണ്? എന്തായാലും ഈ ബി ഡാഷ് എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത് എ ഡാഷിൽ കൂടെ തന്നെ എക്സ് വൈ ലൈന് പാരലലായിട്ടൊരു ലൈനിലായിരിക്കും അല്ലേ? ബട്ട് അത് ആ ലൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 75 mm ആണെന്ന് നിർബന്ധമുണ്ടോ? 75 mm ഒരിക്കലും വരത്തില്ല. കാരണം ഇറ്റ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് തന്നെ ഈ ലൈന് വി പിക്ക് പാരലലായിരുന്നെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നത് ട്രൂ ലെങ്ത് ആയിരുന്നു. പക്ഷേ ഈ കേസിൽ ഇറ്റ് ഈസ് നോട്ട് പാരലൽ ടു വി പി ബട്ട് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി ടു വിത്ത് വി പി. അപ്പോൾ 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ കാണുന്നത് റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്. ആ റെഡ്യൂസ്ഡ് ലെങ്ത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്കിനി ട്രൂ ലെങ്ത്, അതായത് ആ 75 mm ലെങ്തും കാണാവുന്ന ഒരു സംഗതി വരുന്നുണ്ട്. എവിടെയാണ് അത്? നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ അല്ലേ? ടോപ്പ് വ്യൂവിൽ നോക്കുമ്പം നമ്മുടെ ലൈൻ എച്ച് പിക്ക് പാരലലായതുകൊണ്ട് ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലൈനിൻ്റെ ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ഫുൾ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ടോപ്പ് വ്യൂ നമുക്ക് അങ്ങ് വരയ്ക്കാം. ടോപ്പ് വ്യൂ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെഡ്യൂസ്ഡ് ലെങ്ത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ടോപ്പ് വ്യൂ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ടോപ്പ് വ്യൂ വരയ്ക്കാൻ നേരത്തെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ലൈൻ മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് വി പി. അപ്പം പോയിൻ്റ് എയുടെ ടോപ്പ് വ്യൂ നമുക്കറിയാം. ഇനി പോയിൻ്റ് ബിയുടെ നമുക്ക് കിട്ടിയാൽ മതി. പോയിൻ്റ് ബിയുടെ കിട്ടാൻ എന്താ? നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഇവിടെയാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ മേക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ ടോപ്പ് വ്യൂ നോക്കുന്നതായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇവിടെ 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. നമ്മളിവിടെയുള്ള എച്ച് പിയെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ളതാവട്ടെ. ഓക്കെ, നമ്മളുടെ സിംഗിൾ പ്ലെയിനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. അപ്പം നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുന്നു, 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. 30 ഡിഗ്രി ആംഗിൾ നമ്മളെവിടെയാണ് വരുന്നത്? ഈ എക്സ് വൈ ലൈനുമായിട്ട് അല്ലെങ്കിൽ ഈ എക്സ് വൈ ലൈന് പാരലലായിട്ടുള്ള ലൈനുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്താണ് നമ്മുടെ ഈ ലൈനോട് വരുന്നത് അല്ലേ? അപ്പോൾ അത് എത്ര ഡിസ്റ്റൻസ് വരും? എ ബിയുടെ ലെങ്ത് നമുക്കറിയാം 75 mm. അപ്പോൾ 75 mm ലെങ്ത് ഉള്ള ഒരു ലൈൻ, 75 mm ലെങ്ത് 30 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ലൈൻ നമ്മൾ വരയ്ക്കുന്നു. 30 ഡിഗ്രി ആംഗിൾ പ്രൊട്രാക്ടർ വെച്ച് നിങ്ങൾ മെഷർ ചെയ്ത് ഡിഗ്രി നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നു. ആ ലൈന് 75 mm ലെങ്തിൽ ലെങ്തിൽ, അതായത് നമ്മുടെ ലൈൻ്റെ എ ബി ലൈൻ്റെ ട്രൂ ലെങ്ത്. ആ ട്രൂ ലെങ്തിൽ നമുക്ക് എടുത്ത് കഴിയുമ്പോൾ, കാരണം ഫുൾ വ്യൂ അല്ല ട്രൂ ലെങ്ത് നമുക്ക് കാണാം അല്ലേ? ടോപ്പ് വ്യൂവിൽ നമ്മുടെ ലൈൻ്റെ ട്രൂ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ട്രൂ ലെങ്ത് നമ്മൾ വരയ്ക്കുന്നു 75 mm. 75 mm അതിൻ്റെ മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പോയിൻറ്റ് ബി അല്ലേ? ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ഇറ്റ് ഈസ് പോയിൻറ്റ് ബി. അപ്പോൾ ലൈൻ എ ബിയുടെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ബി എന്ന് പറയുന്ന പോയിന്റിൽ, ആ പോയിന്റിൽ കൂടെ വരുന്ന വെർട്ടിക്കൽ ലൈനെ തന്നെ ആയിരിക്കും എന്തായാലും ബി ഡാഷ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ എവിടെ ആയിരിക്കും നമ്മുടെ ബി ഡാഷ് എന്ന് പറയുന്നത്? നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരലൽ ടു എച്ച് പി അല്ലേ? എച്ച് പിക്ക് പാരലലായിട്ടൊരു ലൈന് എക്സ് വൈക്കും പാരലലായിരിക്കും. അപ്പം എ ഡാഷ് ഇവിടെ ഉണ്ടെങ്കിൽ ബി ഡാഷ് എവിടെ ആയിരിക്കും? ഇത് ആ ബിയിൽ നിന്ന് വരുന്ന പ്രൊജക്ഷൻ ലൈന് അല്ലേ? പെർപെൻഡിക്കുലർ ടു എച്ച് പി. എങ്ങനെയായി വരുന്ന ഈ പ്രൊജക്ഷൻ ലൈന് ആ ലൈനിൽ തന്നെ കാണും. അപ്പം നമ്മൾ ആ പാരലൽ ലൈൻ നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് പോയിൻറ്റ് ബി ഡാഷ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ലൈൻ എ ബി ആൻഡ് ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ ഓഫ് ലൈൻ എ ബി വിച്ച് ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് വി പി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ എ ഡാഷ് ബി ഡാഷ് ലൈന് തിക്ക് ലൈൻസ്, അതുപോലെ എ ബി ലൈന്
തിക്ക് ലൈൻ, ബാക്കിയെല്ലാം 2H പെൻസിൽ. ഓക്കെ, താങ്ക് യു.